രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒരു പ്രത്യേക വിഭാഗം കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. അതിനു മുമ്പ് നിങ്ങളിത് ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് മാത്രമല്ല, എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് രാധയുടെ പ്രണയമുണ്ട്. അത് 83 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പം തൊട്ട് കണ്ടു തുടങ്ങുക. പ്ലേലിസ്റ്റിൽ നിന്ന് ഒന്നേന്ന് കണ്ടു തുടങ്ങാം. എല്ലാ ബുധനാഴ്ചയും ശ്രീബുദ്ധൻ്റെ ജീവിതകഥ ജനനം മുതൽ മരണം വരെയുള്ളത് എല്ലാ ബുധനാഴ്ചയും 12 മണിക്ക്. എല്ലാ വ്യാഴാഴ്ചയും 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും 12 മണിയാകുമ്പോൾ ശ്രീബുദ്ധൻ്റെ ധർമ്മപദമുണ്ട്. ഇതേ വെള്ളിയാഴ്ച 5 മണിയാകുമ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷ് വരും. ശനിയാഴ്ച 5 മണിക്കും സ്പോക്കൺ ഇംഗ്ലീഷ് വരും. മറ്റുള്ളത് ഇടയ്ക്കും മുറയ്ക്കുമൊക്കെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെത് ഇട്ടുകൊണ്ടിരിക്കും. കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണണം. പിന്നെ അസ്ട്രോളജി ഉണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളുണ്ട്, നക്ഷത്ര ഫലങ്ങളുണ്ട്. അതിനെക്കുറിച്ചോ സ്പോക്കൺ ഇംഗ്ലീഷിനെ കുറിച്ചോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 9645333999 എന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നുവോ
ആ ദൈവത്തെ നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുക. എപ്പോഴും ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് വേണം ഒരു ക്ലാസ് തുടങ്ങാൻ. നിങ്ങൾ ഇസ്ലാം ആണെങ്കിൽ സർവശക്തനായ നിങ്ങളുടെ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് തുടങ്ങുക, ക്രിസ്ത്യനാണെങ്കിൽ ക്രിസ്തുവിനെ സ്മരിച്ചുകൊണ്ട് തുടങ്ങുക. അതല്ല നിങ്ങളൊരു നിരീശ്വരവാദിയാണെന്നിരിക്കട്ടെ, നിരീശ്വരവാദിയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ സ്മരിച്ചുകൊണ്ട് തുടങ്ങുക. കാരണം പ്രത്യക്ഷ ദൈവമാണ് മാതാപിതാക്കള്. ഓർമ്മിക്കുക, എൻ്റേത് ഒരു ഭക്തി ചാനലാണ്. ആക്ച്വലി ഇതൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ചാനലല്ല, ഇതൊരു ഭക്തി ചാനലാണ്. എൻ്റെ ഭക്തജനങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഞാൻ അതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ ഒരു ആഗ്രഹമാണ്, രാവിലെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ എടുത്തു വെച്ചൊന്ന് വായിക്കുക. അതൊരു വലിയ ആഗ്രഹമാണ്. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കണമെങ്കിൽ ആ ന്യൂസ് പേപ്പറിലെ വാക്കുകളുടെ അർത്ഥങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പം നമ്മുടെ എല്ലാ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകളിലും ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ്, ഡെക്കാൻ ക്രോണിക്കിൾ, അങ്ങനെ സകല ന്യൂസ് പേപ്പറുകളിലും വരുന്ന വാക്കുകളെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഞാൻ ഈ തരുന്ന വാക്കുകൾ ഒരു 5-6 ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ, ശരിക്കും ഒരു 7-8 ക്ലാസ്, മാക്സിമം ഒരു 9 ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് ന്യൂസ് പേപ്പർ എടുത്ത് വെച്ച് നോക്കിക്കോ. ഒരു പരിധി വരെ മനസ്സിലാകും. എൻ്റെ ക്ലാസ് കംപ്ലീറ്റ് തീർന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ അനായാസം വായിക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഏതെങ്കിലും മലയാളം വാക്ക് വരുമ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എന്തെന്നറിയാത്ത ബുദ്ധിമുട്ടും മാറിക്കിട്ടും. അതിന് ഈ ന്യൂസ് പേപ്പർ വൊക്കാബുലറി കൂടാതെ നമുക്ക് ഏതും കൂടെ ഉണ്ട്. ഫ്രൈസൽ വെർബ് വരുന്നുണ്ട്, പിന്നെ മോസ്റ്റ് എസെൻഷ്യൽ വൊക്കാബുലറി വരുന്നുണ്ട്. ഓർമ്മിക്കുക, വാക്കുകൾ മാത്രം മതി നമുക്ക് സംസാരിക്കാൻ, ഒരു ഗ്രാമറിൻ്റെയും ആവശ്യമില്ല. ആദ്യമായിട്ട് വിത്ത് സ്റ്റാൻഡ്. നിങ്ങൾക്കിത് ബോർഡിൽ കാണാൻ പറ്റുന്നില്ല എന്ന് പലരും പറഞ്ഞു. ഞാൻ ഈ സ്റ്റുഡിയോയിലൊന്നും വെച്ചല്ല, വീട്ടിൽ വെച്ചാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എഴുതിയിടാം. കാണാൻ പറ്റുന്നില്ലെങ്കിൽ സ്പെല്ലിങ് പറഞ്ഞു തരാം. WITHSTAND, വിത്ത് സ്റ്റാൻഡ്. വിത്ത് സ്റ്റാൻഡ് അർത്ഥം എഴുതണം, പിടിച്ചു നിൽക്കുക. എന്തെങ്കിലുമൊക്കെ പ്രതികൂല സാഹചര്യം വരുന്നു, തളർന്നു പോകരുത്, പിടിച്ചു നിൽക്കണം. ഒരാൾ ഗൾഫിൽ പോന്ന്, ജോലിയൊന്നും ആയില്ല, അപ്പൊ നമ്മൾ പറയുകയാണ്, നീ ഇട്ടെറിഞ്ഞിട്ട് വരല്ലേ, അവിടെ നീ എന്ത് ചെയ്യണം? പിടിച്ചു നിൽക്കണം. സ്റ്റാൻഡിന്റെ പാസ്റ്റ് ടെൻസ് സ്റ്റുഡ് എന്നാണ്. ഐ വിത്ത് സ്റ്റുഡ്, അതായത് അണ്ടർസ്റ്റാൻഡ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അണ്ടർസ്റ്റുഡ്. അതുപോലെ സ്റ്റാൻഡ് എന്നതിന്റെ പാസ്റ്റ് ടെൻസ് സ്റ്റുഡ് എന്നാണ്. സ്റ്റാൻഡ് എന്ന് പറയത്തില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. ഐ വിത്ത് സ്റ്റുഡ് അറ്റാക്സ്, ATTACKS, അറ്റാക്സ് ഉണ്ടോ, ഫ്രം മെനി ക്രിട്ടിക്സ്. മെനി ക്രിട്ടിക്സ്, CRITICS. ഒരുപാട് വിമർശകർ എന്നെ വിമർശിച്ചു. ഒരു നോവലിസ്റ്റ് പറയുകയാണ്, പക്ഷേ ഞാൻ അവിടെ പിടിച്ചു നിന്നു. ഗൾഫിൽ നിന്ന് ഒരുത്തൻ പറയുന്നു, എനിക്കിവിടെ രക്ഷയില്ല, വരണം. യു ജസ്റ്റ് ട്രൈ ടു വിത്ത്സ്റ്റാൻഡ്. നീ അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കും. അപ്പം ഞാൻ പറഞ്ഞ ഇതാണ് ഐ വിത്ത് സ്റ്റുഡ്. വിത്ത് സ്റ്റുഡ് എന്നുള്ളത് സ്റ്റാൻഡിൻ്റെ പാസ്റ്റ് ടെൻസ്. വേണ്ടെങ്കിൽ വിത്ത് സ്റ്റാൻഡ് എന്ന് എഴുതിയാലും മതി. ഐ വിത്ത് സ്റ്റാൻഡ് അറ്റാക്സ്, ATTACKS, ആക്രമണങ്ങൾ. ഫ്രം മെനി, MANY, ക്രിട്ടിക്സ്, CRITICS, പല വിമർശകരിൽ നിന്ന് വരുന്ന വിമർശനങ്ങളെ അതൊക്കെ ഞാൻ പിടിച്ചു നിന്നിട്ടാണ് ഈ നിലയിലെത്തിയതെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തത് എഴുതിക്കോളണം, സ്റ്റേക്ക് ക്ലെയിം. STAKECLAIM ഉണ്ടോ, സ്റ്റേക്ക് ക്ലെയിം. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ സ്പെല്ലിങ് പറഞ്ഞുതരാം. STAKECLAIM. സ്റ്റേക്ക് ക്ലെയിം എന്ന് പറഞ്ഞാൽ അവകാശവാദം ഉന്നയിക്കുക. ഇപ്പൊ കണ്ടില്ലേ, ധനുഷ് തൻ്റെ മക്കളാണെന്നും പറഞ്ഞ് ഒരു മാതാവും പിതാവും കൊണ്ട് കോടതിയിൽ കേസ് കൊടുത്തില്ലേ. അപ്പൊ അവര് ധനുഷ് തൻ്റെ മകനാണെന്ന അവകാശവാദം ഉന്നയിച്ചു. അവൻ ആ സ്വത്തിന്റെ പുറത്ത് അവകാശവാദം ഉന്നയിച്ചു. അപ്പൊ എന്തിൻ്റെയെങ്കിലും പുറത്ത് അവകാശവാദം ഉന്നയിക്കുന്നതാണ് സ്റ്റേറ്റ് ക്ലെയിം എന്ന് പറയുന്നത്. പാസ്റ്റ് ടെൻസിന് ഒരു ED ചേർത്താൽ മതി, സ്റ്റേറ്റ് എന്ന് പറയും. ഷീ സ്റ്റേറ്റ് ഹെർ ക്ലെയിം ടു ദ ലാൻഡ്. ഈ ഭൂമി തനിക്ക് വേണമെന്ന് അവൾ അവകാശവാദം ഉന്നയിച്ചു. ഷീ സ്റ്റേറ്റ്, STAKED, ഹെർ, HER, ക്ലെയിം, CLAIM, ടു ദ ലാൻഡ്, LAND. അപ്പൊ ഈ ഭൂമി
തൻ്റേത് നിങ്ങളുടേതായ ഒരു ആക്സെൻറ്റിൽ പറയുകയാണെങ്കിൽ ഷീ സ്റ്റേക്ഡ് എന്നൊക്കെ പറയേണ്ടി വരും. ഹെർ ക്ലെയിം ടു ദ ലാൻഡ് എന്നൊക്കെ പറയേണ്ടി വരും. പക്ഷേ ലാൻഡ് എന്നേ പറയത്തുള്ളൂ. അവൾ ആ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചു. മൂന്നാമത്തത് ക്രിപ്റ്റിക്, CRYPTIC ഉണ്ടോ? ക്രിപ്റ്റിക്, CRYPTIC എഴുതിക്കൊള്ളണം. ക്രിപ്റ്റിക്, ക്രിപ്റ്റിക് എന്ന് പറഞ്ഞാൽ ഗൂഢമായ അർത്ഥത്തിലുള്ള എന്നാണ് അർത്ഥം. ഗൂഢ അർത്ഥത്തിലുള്ള, അതിനകത്ത് ഹിഡൻ മീനിങ് എന്നാണ് അർത്ഥം. ക്രിപ്റ്റിക് സ്പെല്ലിങ് മനസ്സിലായില്ലേ? ഞാൻ ബോഡി എഴുതിയിടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും. CRYPTIC, ക്രിപ്റ്റിക് എന്ന് പറഞ്ഞാൽ ഗൂഢ അർത്ഥത്തിൽ ഉള്ള. ഇപ്പൊ നമ്മൾ പറയാണ് ഇറ്റ്സ് എ IT_S, ഇറ്റ്സ് എ ക്രിപ്റ്റിക് മെസ്സേജ്. അതൊരു ഗൂഢ അർത്ഥത്തിലുള്ള മെസ്സേജാണ്, ഡബിൾ മീനിങ്ങിനുള്ള മെസ്സേജാണ്. എ ക്രിപ്റ്റിക് ലാഫ്, ഗൂഢ അർത്ഥത്തിലുള്ള ഒരു ചിരി. ഇപ്പം നിങ്ങളൊരു പെൺകുട്ടിയുമായി വഴിയിൽ നിന്ന് സംസാരിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരൻ കണ്ട്, അപ്പോൾ അവൻ പോകുന്ന അവസരത്തിൽ ഇതാണ് ക്രിപ്റ്റിക്, ഒരു ഗൂഢമായ അർത്ഥം അതിനകത്ത് ഒളിച്ചു വെച്ചിരിക്കുന്നു. ഇതൊക്കെ പത്രത്തിൽ വരുന്ന വാക്കുകളാണ്. പത്രത്തിൽ മാത്രമല്ല, നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് ഈ വൊക്കാബുലറി. അടുത്തത് നാലാമത്തത് റീതിങ്ക്. കണ്ടോ? റീതിങ്ക്, റീതിങ്ക്, റീതിങ്ക് എന്ന് പറഞ്ഞാൽ പുനർവിചാരം എന്നാണ് അർത്ഥം. റീതിങ്ക് എന്ന് പറഞ്ഞാൽ പുനർവിചാരം. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാനൊരു കാര്യം ചെയ്യാൻ വേണമെങ്കിൽ ഈ സൈഡിലെ ലൈറ്റ് ഒന്ന് അണച്ചു നോക്കട്ടെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നറിയാം. അപ്പൊ റീതിങ്ക്, റീതിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? റീതിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനർവിചാരം എന്നാണ് അർത്ഥം. റീതിങ്ക്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? റീതിങ്ക്, പുനർവിചാരം. അവിടെ ഒരു ലൈറ്റ് കിടന്നു, അതിന്റെ ഷെയ്ഡ് അടിച്ചതുകൊണ്ട് കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നി. RETHINK, പുനർവിചാരം. ഇപ്പൊ നമ്മൾ പറയുകയാണ് യു ഹാഡ് ബെറ്റർ റീതിങ്ക് യുവർ ഡിസിഷൻ. നീ നിന്റെ തീരുമാനം ഒന്നും കൂടെ ഒന്ന് പുനർവിചാരണം ചെയ്യണം, ഇപ്പൊ എടുത്തത് ശരിയല്ല. അപ്പൊ യു ഹാഡ് ബെറ്റർ, HADBETTR. റീതിങ്ക് യുവർ ഡിസിഷൻ, DECISION. ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം, മനസ്സിലായോ? അപ്പൊ ആ തീരുമാനം ഒന്നും കൂടെ പുനഃപരിശോധിക്കണം, അതാണ് റീതിങ്ക്. പുനർവിചാരം, ഒന്നും കൂടെ പുനഃപരിശോധിക്കണം, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് നാലാമത്തത് പിടികിട്ടി കഴിഞ്ഞു. റീതിങ്ക്, THINK, തിങ്ക് എന്ന് വിടത്തില്ല അവര്, റീതിങ്ക്. അടുത്തത് ബെഞ്ച്മാർക്ക്. ഉണ്ടോ? BENCH, ബെഞ്ച്മാർക്ക്, MARK. എനിക്ക് തോന്നുന്നു ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു, ഇല്ലേ? ബെഞ്ച്മാർക്ക്, BENCH, ബെഞ്ച്മാർക്ക്. അല്ലെങ്കിൽ മറ്റൊരു വാക്കുണ്ട് ക്രൈറ്റീരിയ, CRITE, ക്രൈറ്റീരിയ, CRITERIA, ക്രൈറ്റീരിയ. ഇതിന് രണ്ടിനും ഒരേ അർത്ഥമാണ്. ബെഞ്ച്മാർക്ക്, ബെഞ്ച് മാർക്ക് എന്ന് പറയത്തില്ല, ബെഞ്ച്മാർക്ക്. മാർക്കെന്നും പറയത്തില്ല, കട്ട് ചെയ്യും മാർക്ക്. തൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ബെഞ്ച് മാർക്ക്, BENCHMARK. അതല്ലെങ്കിൽ ക്രൈറ്റീരിയ, CRITERIA. അർത്ഥം മാനദണ്ഡം എന്നാണ് അർത്ഥം. നമ്മൾ പറയുന്നത് എന്തിനും ഒരു മാനദണ്ഡം ഉണ്ടല്ലോ. ഇപ്പൊ ദിസ് ഈസ് ദ ബെഞ്ച് മാർക്ക് ഫോർ പെൻഷൻസ്. പെൻഷൻ കിട്ടുന്നതിനുള്ള മാനദണ്ഡം ഇതാണ്. ദിസ് ഈസ് ദ ബെഞ്ച് മാർക്ക് ഫോർ പെൻഷൻസ്. നമുക്ക് പെൻഷൻ കിട്ടുന്നതിനുള്ള മാനദണ്ഡം ഇതാണ്. അതിന് പകരം ക്രൈറ്റീരിയ. ഉദാഹരണമായിട്ട് വാട്ട് ആർ യുവർ ക്രൈറ്റീരിയ ഫോർ ഡിസൈഡിങ് ഇറ്റ്? ഇത് തീരുമാനിക്കുന്നതിനുള്ള നിങ്ങളുടെ മാനദണ്ഡം എന്താണ്? വാട്ട് ആർ എന്നൊന്നും പറയത്തില്ല, വാട്ട് ആർ. ഇതാണ് ആക്സെന്റ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വാട്ട് ആർ. യുവർ എന്നും പറയത്തില്ല, യുവർ. അത് ആക്സെന്റ് പിന്നെ പഠിക്കാം. വാട്ട് ആർ യുവർ ക്രൈറ്റീരിയ ഫോർ ഡിസൈഡിങ്, DECIDING, ഡിസൈഡിങ് ഇറ്റ്. ഇത് നിർമ്മിക്കുന്നതിനുള്ള നിങ്ങളുടെ മാനദണ്ഡം എന്താണ്? അടുത്തത് ആറാമത്തത് യൂണിലാറ്ററൽ. യൂണിലാറ്ററൽ, യൂണിലാറ്ററൽ. UNI, യൂണി,
LATERAL യൂണിലാറ്ററൽ. ഇത് ലാസ്റ്റ് ഞാനൊരു വീഡിയോ ആക്കി ഇത് ഇടുന്നുണ്ട്. അപ്പോൾ അഥവാ ഇത് എഴുതാൻ പറ്റിയില്ലെങ്കിലും സ്പെല്ലിങ് അതിനകത്ത് കൃത്യമായിട്ട് കൊടുക്കും. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി. നമ്മളെ കണക്ക് യൂണി എന്ന് പറയത്തില്ല, നാ വരുന്നിടത്തൊക്കെ നായാണ്. അപ്പോൾ യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായി. എ യൂണിലാറ്ററൽ ഡിസിഷൻ, എക്സാമ്പിൾ എ യൂണിലാറ്ററൽ ഡിസിഷൻ, ഏകപക്ഷീയമായ തീരുമാനം. ഒറ്റയ്ക്കെടുത്ത് ആരുമായും ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി തീരുമാനമെടുത്തു. അടുത്തത് ഫെമിലിയറൈസ്. നിങ്ങൾ ഫെമിലിയറൈസ് എന്നൊക്കെ പറയും, ഉച്ചാരണം ഫെമിലിയറൈസ്. ഉച്ചാരണ സഹിതം ഞാൻ വീഡിയോയ്ക്കകത്ത് കൊടുത്തേക്കും. ഉണ്ടോ? അപ്പോൾ ഫെമിലിയറൈസ് കണ്ട, FAMI ഉണ്ടോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? FAMILIARISE. ഫെമിലിയറൈസ്, FAMILIARISE. വാക്ക് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പരിചയിപ്പിക്കുക, പരിചയിപ്പിക്കുക. എക്സാമ്പിൾ an effort, EFFORT, effort ശ്രമം, to familiarize students with the library. ലൈബ്രറിയുമായി അവിടെ പരിചയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. കുട്ടികളെ ലൈബ്രറി കൊണ്ടുപോയി പുസ്തകങ്ങളൊക്കെ വായിപ്പിക്കുക. കണ്ടില്ലേ? അവളെ കമ്പ്യൂട്ടറുമായി പരിചയിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. ഇതാണ് ഫെമിലിയറൈസ്. അപ്പോൾ ഫെമിലിയറൈസിൻ്റെ ഇത് ആൻ എഫേർട്ട്, EFFORT, എഫേർട്ട് പരിശ്രമം, ശ്രമം. കണ്ടോ? അപ്പോൾ അങ്ങനെ ഒരു ഇത് കിട്ടി. നമ്മളെ പരിശ്രമത്തിൻ്റെ ഇംഗ്ലീഷ് കിട്ടിയില്ലേ? എഫേർട്ട് ടു ഫെമിലിയറൈസ് സ്റ്റുഡൻസ്, കുട്ടികളെ കൊണ്ട് പരിചയിപ്പിക്കാനുള്ളൊരു ശ്രമം വിത്ത് ദ ലൈബ്രറി. നമ്മൾ പറയത്തില്ലേ? വേറൊരു എക്സാമ്പിളും കഴിക്കോ? ദ എയിം ഓഫ് ദ കോഴ്സ്, COARS, കോഴ്സ്, വാസ് ടു ഫെമിലിയറൈസ് സ്റ്റുഡൻസ് വിത്ത് ദ യൂസസ് ഓഫ് ഇൻ്റർനെറ്റ്. ഉണ്ടോ? വിത്ത് ദ യൂസസ് ഓഫ് ഇൻ്റർനെറ്റ്, ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗങ്ങൾ എന്തെന്ന് പരിശീലിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തി. അപ്പോൾ ഫെമിലിയറൈസ് സ്റ്റുഡൻസ് വിത്ത്, WITH, വിത്ത് എന്നൊന്നും പറയത്തില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാ വിത്ത് എന്നേ പറയത്തുള്ളൂ. വിത്ത് എന്ന് പറയത്തില്ല, വിത്ത് ദി യൂസസ് ഓഫ്, നിങ്ങളുടെ ഭാഷയെ പറഞ്ഞ ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റുമായി പരിശീലിപ്പിക്കാനുള്ള ശ്രമം നടത്തി. അടുത്തത് എട്ടാമത്തത് വിഷണറി. ഉണ്ടോ? വിഷണറി, VISIONARY. വേണ്ട, വായിക്കുന്നത് വിഷണറി. അത് ഞാൻ വീഡിയോ ആക്കി കൊടുത്തേക്കും. അർത്ഥം ദീർഘവീക്ഷണമുള്ള, ദീർഘവീക്ഷണമുള്ള. ഒരർത്ഥവും കൂടെ, ദീർഘദർശി, രണ്ടർത്ഥമുണ്ട്. എക്സാമ്പിൾ യു ആർ എ ട്രൂ വിഷണറി. ഉണ്ടോ? യു ആർ എ ട്രൂ, TRUE, യു ആർ എ ട്രൂ വിഷണറി. നിങ്ങളൊരു തികച്ചും ഒരു നല്ല ദീർഘദർശി ആണ്. ഇനി ഒൻപതാമത്തത് നെഗ്ലിജൻസ്. ഒമ്പതാമത്തെ അതാണ് നെഗ്ലിജൻസ്. കണ്ടോ? നെഗ്ലിജൻസ്, ഇതാണ് ഒമ്പതാമത്തത്. സ്പെല്ലിംഗ് NEGLIGENCE, നെഗ്ലിജൻസ്, അവഗണന. പലപ്പോഴും ഭാര്യമാർ പറയത്തില്ലേ, എനിക്ക് ഈ അവഗണന സഹിക്കാൻ പറ്റത്തില്ല, നിങ്ങൾ എന്നെ അവഗണിക്കുന്നു. ആ അവഗണിക്കുന്നു, അവഗണന, ഇതാണ് ഏതെന്ന് പറയുന്നത്? നെഗ്ലിജൻസ് എന്ന് പറയുന്നത്. മൈ മദർ അക്യൂസസ്, കുറ്റങ്ങളൊക്കെ ആരോപിക്കുക. ACCUSES, നിങ്ങൾ അക്യൂസ് എന്ന് പറയും. ACCUSES പറയുമ്പം അക്യൂസസ് മീ ഓഫ് നെഗ്ലിജൻസ്, അവഗണനയെ കുറിച്ച് എപ്പോഴും പറയും. അൺലെസ് ഐ ഫോൺ ഹർ എവറി ഡേ, ഞാൻ ഈ എപ്പോഴും ഫോൺ ചെയ്തില്ലെങ്കിൽ നീ എന്നെ അവഗണിക്കുന്നു എന്ന് പറയും. ഇത്രയും നീണ്ട എക്സാമ്പിളിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ആ സന്ദർഭം മാത്രം ഒന്ന് ആലോചിച്ചുകൊണ്ടിരുന്നാൽ മതി. നെഗ്ലിജൻസ്, ഈ അവഗണന എനിക്ക് സഹിക്കാൻ പറ്റില്ല. കാൺ ബെയർ, BEAR, അതാണ് സഹിക്കാൻ പറ്റില്ല എന്നാണ്. മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയത്തില്ലേ? കൃത്യസമയത്ത് ആ മെഡിസിന് കിട്ടാതെ അവഗണിച്ചത് കൊണ്ടാണ് ഇങ്ങനെ മരിച്ചു പോയതെന്നൊക്കെ പറയത്തില്ലേ? ഇനി നമുക്ക് പത്താമത്തതാണ്. പത്താമത്തത് റിവൗക്ക്.
നിങ്ങൾ റിവോക്ക് എന്ന് പറയും. ഉച്ചാരണ ഔ എന്നാണ്. റിവൗ, REVOKE, റിവൗക്ക്, റദ്ദാക്കുക, ഔദ്യോഗികമായി റദ്ദാക്കുക. എക്സാമ്പിൾ, റിവൗട്ട് ബെയിൽ, ബി, ABയുടെ ബി, ബാറ്റാടെ ബി, BAIL, ബെയിൽ ജാമ്യം. അപ്പൊ റിവൗഡ് ബെയിൽ എന്ന് പറഞ്ഞാൽ ജാമ്യം റദ്ദാക്കി എന്നാണ്. റിവൗഡ് ബെയിൽ, ജാമ്യം റദ്ദാക്കി. അടുത്തത് 17ാമത്തത് റിലീസ്ഡ് ഓൺ ബെയിൽ. റിലീസ്ഡ് ഓൺ ബെയിൽ, റിലീസ്ഡ് ഓൺ ബെയിൽ അർത്ഥം ജാമ്യത്തിൽ വിട്ടു. റിലീസ്ഡ് ഓൺ ബെയിൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ജാമ്യത്തിൽ, RELEASED, ഓൺ ബെയിൽ ജാമ്യത്തിൽ വിട്ടു. എക്സാമ്പിൾ, ഹി വാസ് റിലീസ്ഡ് ഓൺ ബെയിൽ, അവനെ ജാമ്യത്തിൽ വിട്ടു എന്നാണ് അർത്ഥം. അടുത്തത് ഹെവി വെയ്റ്റ്സ്. വരുന്നൊരു സാധനമാണ് ഹെവി വെയ്റ്റ്സ്. ഹെവി വെയ്റ്റ്സ്, HEAVY, ഹെവി വെയ്റ്റ്സ്, WEIGHTS. അതിൻ്റെ അർത്ഥം ഉന്നത വ്യക്തികൾ, സമൂഹത്തിലെ ഉന്നത നിലയിലുള്ള വ്യക്തികൾ. അപ്പൊ നമ്മൾ പറയത്തില്ലേ, അവരുമായിട്ടൊന്നും വഴക്കിനും വക്കാണത്തിനും ഒന്നും പോകരുതേ, ദേ ആർ ഹെവി വെയ്റ്റ്സ്. ദേ ആർ ഹെവി വെയ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അവരൊക്കെ വലിയ വലിയ ആൾക്കാർ, നമുക്കൊന്നും അവരുമായിട്ടൊന്നും ഇതൊന്നും പറ്റത്തില്ല. ഇതാണ് ഹെവി വെയ്റ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ 13ാമത്തത് നമുക്ക് വളരെ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു വാക്കാണ് ബാക്ക് ടു ബാക്ക്. ഉണ്ടോ? BACK, ബാക്ക് ടു ബാക്ക്, BACK, ബാക്ക് ടു ബാക്ക്. ബാക്ക് ടു ബാക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിന് പിറകെ ഒന്നായി. നമ്മൾ പറയത്തില്ലേ, ഒന്നിന് പുറകെ ഒന്നായിട്ടങ്ങ് പ്രശ്നങ്ങൾ തന്നെ പ്രശ്നങ്ങൾ. അത് വിജയത്തെക്കുറിച്ചും പറയാം, ഒന്നിന് പുറകെ ഒന്നായിട്ട് വിജയം. അപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് സംഭവിക്കുന്നതിനെയാണ് ഏതെന്ന് പറയുന്നത്, ബാക്ക് ടു ബാക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, ബാക്ക് ടു ബാക്ക് ഇൻസിഡൻസ്. ബാക്ക് ടു ബാക്ക് ഇൻസിഡൻസ്, ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ. ടീം 1. അടുത്ത എക്സാമ്പിൾ, WON, വിന്നിന്റെ പാസ്റ്റ് ടെൻസ് ആണ് 1, വിജയിക്കുക. WIN, വിൻ പ്രസന്റ്, WON, 1 പാസ്റ്റ്. അപ്പൊ ടീം 1 ബാക്ക് ടു ബാക്ക് വിക്ടറീസ്, ഒന്നിന് പിറകെ ഒന്നായി ടീം ഇങ്ങനെ വിജയിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഈ ഭിത്തികൾ ചേർന്ന് ഒന്നായിരിക്കുന്ന വീടുകൾ, എ റോ ഓഫ് ബാക്ക് ടു ബാക്ക് ഹൗസസ്. റോ, ROW, നിരകൾ, ഓഫ് ബാക്ക് ടു ബാക്ക് ഹൗസസ്, ഇങ്ങനെ വീടുകളുടെ ഒരു നിര എന്ന് പറയാം. പിന്നെ പരസ്പരം പുറംതിരിഞ്ഞിരിക്കുക, സ്റ്റാൻഡ് ബാക്ക് ടു ബാക്ക് ആൻഡ് ലെറ്റ് സീ ഹൂ ഈസ് ടാളർ. നമ്മളൊരുത്തില്ലേ, സ്റ്റാൻഡ് ബാക്ക് ടു ബാക്ക്, നിങ്ങളൊന്ന് തിരിഞ്ഞു നിന്നേ, പുറം തിരിഞ്ഞു നിന്നേ, ആർക്കാണ് കൂടുതൽ പൊക്കമെന്ന് നോക്കട്ടെ. അപ്പൊ ബാക്ക് ടു ബാക്കിന് 3 അർത്ഥം. ഒരർത്ഥം ഒന്നിനു പിറകെ മറ്റൊന്നായി സംഭവിക്കുന്ന. എക്സാമ്പിൾ, ബാക്ക് ടു ബാക്ക് ഇൻസിഡൻസ്, INCIDENTS. രണ്ടാമത്തെ എക്സാമ്പിൾ, ടീം 1, WON, ബാക്ക് ടു ബാക്ക് വിക്ടറീസ്, VICTORIES. നമ്മുടെ ടീം ഒന്നിനു പിറകെ ഒന്നായി വിജയം കൈവരിക്കുന്നു. പിന്നെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്ന വീടുകൾ, ഭിത്തികൾ ഒന്നായിട്ടുള്ള വീടുകൾ, പലപ്പോഴും ലൈൻ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ അവരുടെ ഭിത്തികൾ രണ്ടും ഇങ്ങനെ ചേർന്ന്, പുറം ഭിത്തികൾ ചേർന്ന് നിൽക്കുന്നത്, എ റോ ഓഫ് ബാക്ക് ടു ബാക്ക് ഹൗസസ്. അത് അടുത്ത 3ാമത്തെ അർത്ഥം എഴുതണം, പരസ്പരം പുറം തിരിഞ്ഞു നിൽക്കുക. നമ്മളിങ്ങനെ തിരിഞ്ഞു നിൽക്കാൻ പറയുന്നതിനെയാണ് സ്റ്റാൻഡ് ബാക്ക് ടു ബാക്ക്, തിരിഞ്ഞു നിന്നേ, സ്റ്റാൻഡ് ബാക്ക് ടു ബാക്ക് എന്ന് പറഞ്ഞ അർത്ഥം തിരിഞ്ഞു നിന്നേ. ലെറ്റ്സ്, LET, ലെറ്റ്സ് സീ, നമ്മളൊന്ന് നോക്കട്ടെ, ഹൂ ഈസ് ടാളർ, TALLER, ആർക്കാണ് പൊക്കം കൂടുതൽ എന്ന് നമ്മളൊന്ന് നോക്കട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. അടുത്തത് ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി കണ്ട, HUMILITY. ഇത് ഹ്യൂമിലിറ്റി എന്നല്ല വായിക്കുന്നത്, പ്രൊനൗൺസിയേഷൻ ഹ്യൂമിലിറ്റി എന്നാണ് വായിക്കുന്നത്. പക്ഷെ പോട്ടെ, നിങ്ങളുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ ഹ്യൂമിലിറ്റി. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ എളിമ. എളിമ നമ്മൾ പറയാണ്,
ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹ്യൂമിലിറ്റി. ഇത് എളിമയുടെ ഒരു നല്ല ഉദാഹരണമാണ്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ഹ്യൂമിലിറ്റി. ഇത് ഒരു എളിമയുടെ ഉദാഹരണമാണ്. ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ഹ്യൂമിലിറ്റി. അതൊരു എളിമയെക്കുറിച്ചുള്ള ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ഹ്യൂമിലിറ്റി. ഇനി 15ാമത്തത് എബ്സ്കോണ്ട് ഉണ്ടോ? എബ്സ്കോണ്ട് ABSCOND. ഇതിന്റെ അർത്ഥം എഴുതിക്കോ. 1 ഒളിവിൽ പോവുക, ഒളിവിൽ പോവുക. 2 ഒളിച്ചോടുക. അങ്ങനെ 2 അർത്ഥമുണ്ട്. ഒളിവിൽ പോവുക, നമ്മൾ ഓരോ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് ആൾക്കാർ ഒളിവിൽ പോകുന്നത് എബ്സ്കോണ്ടാണ്. ഇതിന് ED ചേർത്താൽ പാസ്റ്റ് ടെൻസ് ആകും, എബ്സ്കോണ്ടഡ്. പക്ഷേ ഉച്ചരിക്കുമ്പം എബ്സ്കോണ്ട് എന്നേ പറയത്തുള്ളൂ. എബ്സ്കോണ്ട് എക്ക് എ എന്നാണ് ഉച്ചാരണം, ആ എന്നല്ല. ആ ഉച്ചാരണമൊക്കെ ലാസ്റ്റ് ഒരു വീഡിയോ ആക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ എബ്സ്കോണ്ടഡ് വിത്ത് ഹിസ് ഗേൾ ഫ്രണ്ട്, നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ അബ്സ്കോണ്ടഡ് എന്ന് പറയാം. വിത്ത് ഹിസ് ഗേൾ ഫ്രണ്ട്, അവൻ ഗേൾ ഫ്രണ്ടുമായിട്ട് ഒളിച്ചോടിപ്പോയി. പിന്നെ റാനവേ എന്നും പറയാം, ഒളിച്ചോടുന്നതിന് റാനവേ. ഇനി അടുത്ത അർത്ഥം പണം മോഷ്ടിച്ചു കൊണ്ടുപോവുക. They absconded with 1 lakh rupees of the company's money. They absconded, ABSCONDED, with നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ അടിച്ചുകൊണ്ട് പൊയ്ക്കളഞ്ഞു. 1 lakh rupees of the companies, company apostrophe S, COMPANY apostrophe S money. കമ്പനിയുടെ വക 1 ലക്ഷം രൂപ ആരാണോ പണവും മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളയുന്നതിന്, അതിന് നമ്മൾ എന്ത് പറയാറുണ്ട്? എബ്സ്കൗണ്ടഡ് എന്ന് പറയാറുണ്ട്. അടുത്തത് നമ്പർ 16 ഇംപ്ലിമെന്റ്. ഇംപ്ലിമെന്റ് IMPLEMENT. ഇംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നടപ്പിലാക്കുക എന്നാണ് അർത്ഥം. ഏതപ്പോൾ ഗവൺമെന്റ് അതിൻ്റെ നയം നടപ്പിലാക്കി, അങ്ങനെ എന്തെങ്കിലും നടപ്പിലാക്കുന്നതിനെയാണ് ഇംപ്ലിമെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ദ ചേഞ്ചസ് CHANGES ടു ദ നാഷണൽ ഹെൽത്ത്. നാഷണൽ ഹെൽത്ത് മനസ്സിലായ? പിന്നെ സിസ്റ്റം SYSTEM വിൽ ബി ഇംപ്ലിമെന്റഡ് IMPLENTED നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം ഒരു ഹെൽത്തിൻ്റെ സിസ്റ്റത്തിനകത്ത് ചേഞ്ച് നടപ്പിൽ വരുത്തുന്നു. അപ്പോൾ എക്സാമ്പിൾ, ദ ചേഞ്ചസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഭാഷയിൽ പറയുകയാണ്, ഉച്ചാരണം ഇങ്ങനൊന്നും അല്ല. ദ ചേഞ്ചസ് ടു ദ നാഷണൽ ഹെൽത്ത് സിസ്റ്റം വിൽ ബി ഇംപ്ലിമെന്റഡ് നെക്സ്റ്റ് ഇയർ. അപ്പോൾ ദ ചേഞ്ചസ് ടു ദി നാഷണൽ ഹെൽത്ത് സിസ്റ്റം വിൽ ബി ഇംപ്ലിമെന്റഡ് നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം അത് നടപ്പിൽ വരുത്തുന്നു. ഇനി നമുക്ക് എപ്പോഴും വേണ്ട ഒരു വാക്കുണ്ട്, നൗഷൻ. നൗഷൻ, നിങ്ങൾ ഇത് നോഷൻ എന്ന് വായിച്ചു കളയും, നോഷൻ എന്നല്ല. നൗഷൻ എന്ന് പറഞ്ഞാൽ ധാരണ. നമ്മളിപ്പം എവിടെയെങ്കിലും പോകുമ്പം പറയത്തില്ലേ, നമുക്കിടയിൽ ഒരു പരസ്പരം ഒരു ധാരണ വേണമെന്ന് പറയത്തില്ലേ? നമുക്കിടയിൽ പരസ്പരം ഒരു ധാരണ വേണം. ഇപ്പം എക്സാമ്പിൾ, ഐ ഹാവ് നോ നൗഷൻ, NOTION, ഹൗ ദേ വിൽ റിയാക്ട്, REACT, റിയാക്ട് പ്രതികരിക്കുക. അവർ എങ്ങനെ പ്രതികരിക്കും എന്ന് ഒരു ധാരണയും എനിക്കില്ല എന്നാണ് അർത്ഥം. ഐ ഹാവ് നോ നൗഷൻ ഹൗ ദേ വിൽ റിയാക്ട്. പിടികിട്ടിയല്ലോ. നമ്പർ 18 ബാക്ക് ഫയർ ഉണ്ടോ? ബാക്ക് ഫയർ. ബാക്ക് ഫയർ എന്ന് പറഞ്ഞാൽ തിരിച്ചടിക്കുക. നമ്മൾ എന്തെങ്കിലും അതിൻ്റെ അർത്ഥം എഴുതുക, തിരിച്ചടിക്കുക, വിപരീത ഫലമുണ്ടാവുക. നമ്മളൊരു പ്രവൃത്തി ചെയ്ത് അത് നമുക്ക് തന്നെ തിരിച്ചിട്ട് പാരയായി വരുന്നതിനെയാണ് ബാക്ക് ഫയർ. അപ്പോൾ നിങ്ങളുടെ അർത്ഥം എഴുതേണ്ടത് ബാക്ക് ഫയർ, തിരിച്ചടിക്കുക, വിപരീത ഫലം ഉണ്ടാവുക. ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന ഫലം നമുക്കിട്ട് പാരയാകുന്നു. ഉദാഹരണം, ഹിസ് ലൈസ്, LIES, ലൈസ് ബാക്ക് ഫയർഡ്, അവൻ പറഞ്ഞ കള്ളം തിരിച്ചടിച്ചു. ഓൺ ഹിം, ഇൻ ദി END. അപ്പം അവൻ പറഞ്ഞ കള്ളം
ഒടുവിൽ അവന് തന്നെ പാരയായി തിരിച്ചടിച്ചു. അതാണ് ഹിസ് ലൈസ് ബാക്ക്ഫയർഡ് ഓൺ ഹിം ഇൻ ദി എൻഡ്. END. ഇനി നമ്പർ 19 അൺഅക്സെപ്റ്റഡ്. നിങ്ങളുടെ ഭാഷയെ പറഞ്ഞാൽ അൺഅക്സെപ്റ്റഡ്. നിങ്ങൾ പറയുന്നത് അൺഅക്സെപ്റ്റഡ്, ഉച്ചാരണം അൺഅക്സെപ്റ്റബിൾ. അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഉച്ചാരണത്തിൽ പറയാം. ശരിയായ ഉച്ചാരണമായിട്ട് ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കും. ഇതാണ്, കാണാൻ പറ്റുന്നുണ്ടോ? അൺഅക്സെപ്റ്റബിൾ. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അൺഅക്സെപ്റ്റബിൾ ഉണ്ടോ? നമ്മൾ പറയുന്നത് അൺഅക്സെപ്റ്റബിൾ. അർത്ഥം എഴുതിക്കോ, അംഗീകരിക്കാൻ പറ്റാത്ത എന്നാണ് അർത്ഥം. നമുക്കൊരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല. സ്പെല്ലിംഗ് UNACCEPTA ബാബുവിൻ്റെ BLE. അംഗീകരിക്കാൻ പറ്റാത്ത. മറ്റൊരർത്ഥം സ്വീകാര്യമല്ലാത്ത. അങ്ങനെ രണ്ടർത്ഥമുണ്ട്, അംഗീകരിക്കാൻ പറ്റാത്ത, സ്വീകാര്യമല്ലാത്ത. എക്സാമ്പിൾ, ഹിസ് ബിഹേവിയർ ഈസ് അൺഅക്സെപ്റ്റബിൾ. ഹിസ് ബിഹേവിയർ BEHAVIOUR. അവൻ്റെ പെരുമാറ്റം അൺഅക്സെപ്റ്റബിൾ, നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. ഇനി 20ാമത്തത് ഇൽ ഹെൽത്ത്. കണ്ടോ? ഇൽ ഹെൽത്ത് HEALTH. ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ലായ്മ. നമ്മൾ ഒറ്റ വാക്കിൽ ആരോഗ്യമില്ലായ്മ. എക്സാമ്പിൾ, ഹി വാസ് ഫോഴ്സ്ഡ്. വാസിന്റെ ഉച്ചാരണമാണ് വാസ്. ഫോഴ്സ്ഡ് FORCED ടു റിട്ടയർ RETIRE ബിക്കോസ് ഓഫ് ഇൽ ഹെൽത്ത് ILLHEALTH. അപ്പോൾ എന്താണ്? ഹി വാസ് ഫോഴ്സ്ഡ് നിർബന്ധിതനായി. ടു റിട്ടയർഡ് ആകാൻ നിർബന്ധിതനായി. ബിക്കോസ് ഓഫ് എന്തുകൊണ്ട്? ഇൽ ഹെൽത്ത്, അദ്ദേഹത്തിൻ്റെ അനാരോഗ്യം മൂലം അവിടുന്ന് റിട്ടയർഡ് ആകാൻ നിർബന്ധിതനായി. അപ്പോൾ ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ലായ്മ. എക്സാമ്പിൾ, ഹി വാസ് ഫോഴ്സ്ഡ് ടു റിട്ടയർ ബിക്കോസ് ഓഫ് ഇൽ ഹെൽത്ത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്ന് 20 ന്യൂസ് പേപ്പർ വൊക്കാബുലറി പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇത് ന്യൂസ് പേപ്പർ വായിക്കാൻ മാത്രമല്ല, സമൂഹത്തിൽ സംസാരിക്കാൻ ഇറങ്ങുമ്പോഴും ഭയങ്കര പ്രയോജനങ്ങളാണ്. ഈ ന്യൂസ് പേപ്പർ ഞാൻ തരുന്ന വൊക്കാബുലറി കൃത്യമായി നിങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അനായാസം ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന് മാത്രവുമല്ല, ഇവിടെ രാഷ്ട്രീയക്കാരൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പൊ രാഹുൽ ഗാന്ധിയൊക്കെ വന്ന് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുമ്പോൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. സത്യത്തിൽ രാഹുൽ ഗാന്ധിയൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ വൊക്കാബുലറിയിൽ പിടിവരണം. അപ്പം ഞാൻ ഈ ന്യൂസ് പേപ്പർ വൊക്കാബുലറി നിങ്ങൾക്ക് കംപ്ലീറ്റ് തരാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് അതിനു വരെ കഴിവുണ്ടാകും. ഇത് എഴുതിയെടുത്തിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ വേർഡും നിങ്ങളായിട്ടൊരു 5-6 സെൻറ്റൻസും കൂടെ നിർമ്മിക്കുക. നിങ്ങൾ സ്വയം ഇതിൻ്റെ കൂടെ 5-6 സെൻറ്റൻസ് കൂടി നിങ്ങൾ നിർമ്മിക്കുക. അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ടിത് വാച്ച് ചെയ്യുമെങ്കിൽ ഞാനിത് കൃത്യമായിട്ടിടും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇടയ്ക്കൊക്കെ വെച്ച് സ്പോക്കൺ ഇംഗ്ലീഷ് കുറേ നാൾ നിർത്തി വെച്ചിരുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് എനിക്ക് കൊല്ലത്ത് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് നടത്തുന്നുണ്ട്. അപ്പം ഞാനിതൊരു ഭക്തി ചാനലായിട്ടാണ് ഞാനിത് തുടങ്ങിയത്. പിന്നെ അവർ നിർബന്ധിച്ചപ്പോഴാണ് ഞാനിത് ഇടാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കൃത്യമായി വ്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ ബോർഡിൽ എഴുതുന്നത് കാണാൻ വയ്യാന്ന് പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്റ്റുഡിയോയിലെങ്ങും അല്ല, നോർമലി വീട്ടിൽ വെച്ചാണ്. എങ്കിലും ഞാനത് ശ്രദ്ധിക്കാം. അപ്പം നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ശ്രദ്ധിച്ചോ, മിക്ക ദിവസവും നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വൊക്കാബുലറി വരും. വെള്ളിയാഴ്ച വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രൈസൽ വെർബ് വരും. ശനിയാഴ്ച നിങ്ങൾക്ക് മിക്കവാറും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്പോക്കൺ വൊക്കാബുലറി. അതോടുകൂടി പിന്നെ അട്ടിപ്പൊളി ഇംഗ്ലീഷിലേക്ക് നിങ്ങൾക്ക് കയറാം. രാധേ രാധേ, ഓ രാധേ രാധേ.
രാധേ 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 ഓ രാധേ 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 രാധേ ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാ